അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് കുഞ്ഞു ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. അവൻ ഡിക്കിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ബെല്ലടിച്ചു. ആ, കുഞ്ഞു ആയിരിക്കും. ഇന്ന് നേരത്തെ എത്തിയോ? ഫസീല പോയി വാതിൽ തുറന്നു. ആ കുഞ്ഞോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പോര് വാ. അവൻ ഇന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാടാ? അതൊക്കെയുണ്ട് എൻ്റെ പൊന്നിത്ത. അതെ, കിട്ടുന്ന പൈസക്ക് മുഴുവനും ഇങ്ങനെ സാധനം വാങ്ങി വരണ്ട കേട്ടോ. പിന്നെ നിക്കാഹൊക്കെ നടത്താനുള്ളതാണ്. എൻ്റെ കല്യാണമൊക്കെ നടത്തുമ്പോഴേ പഴയ പോലെ ഒന്നല്ല. പഴയ കാലത്ത് എന്ന് വെച്ചാൽ ഒരു കാലത്ത് എന്ന് വെച്ചാൽ സ്ത്രീധനം കൊണ്ടായിരുന്നു കല്യാണം, മഹർ എല്ലാം. പക്ഷെ ഇപ്പം അങ്ങനല്ല കേട്ടോ. ഇപ്പോഴേ എല്ലാം ആൺകുട്ടികൾ ഉണ്ടാക്കണം. നീ കിട്ടുന്ന പൈസക്കൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നാൽ കുറച്ച് സേവിങ്സ് ഉണ്ടാണ് നല്ലതായിട്ട് മോനെ. എൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴല്ലേ. എടാ, ഒരു മഹർ ഒരു പവന് ഇപ്പം എന്താ റേറ്റ് എനിക്കറിയില്ലേ? നല്ല റേറ്റ് ഉണ്ട് മോനെ. അപ്പോൾ ഒരു 2-3 പവന് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 4-5 ലക്ഷം രൂപ വരും. 4 ലക്ഷമൊക്കെ എന്തായാലും വരും. പണിക്കൂലിയെ കൂട്ടിയായി വരുമ്പോഴത്തേന് അതിനേക്കാളും. അപ്പോൾ ഒരു പവൻ്റെ പൈസ നിനക്കറിയില്ലേ എൻ്റെ പൊന്നിത്ത? തിന്നു കഴിഞ്ഞിട്ടല്ലേ ബാക്കി. അവനത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നേരെ അവളുടെ അരികിൽ കൊടുത്തു. ആ, മക്കൾക്കുള്ള എന്തൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. എന്തിനാ എൻ്റെ പൊന്നു മോനെ അതൊക്കെ അല്ലേ? എന്നാലും എല്ലാവരും നന്നാകട്ടെ. ആ, പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതും വാങ്ങിയിട്ടുണ്ട്. മോനെ കണക്കേറെ ഇങ്ങനെ കൊണ്ടുവരണ്ട കേട്ടോ. ഫസീൽ അവനെ ഓർമ്മിപ്പിച്ചു. അതെ, അവൾക്കറിയാം. കാരണം ഒരു വിവാഹ ചെലവ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ക്യാഷ്ലായിട്ടുള്ള പ്രോഗ്രാമാണ്. ആൺമക്കളായാൽ പ്രത്യേകിച്ച് അവർക്ക് മണവാട്ടിക്കുള്ള ഡ്രസ്സുകളും മഹറും കല്യാണ ചെലവും എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം ക്യാഷ് വരും. ഉമ്മ ഉപ്പ ഇന്നും കണ്ടോ കുഞ്ഞ് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഓൻ അങ്ങനെ തന്നെ അടി. ഓൻ ഇപ്പോഴും നല്ല പണ്ടേ അങ്ങനെ കയ്യിൽ എന്തേ 5 ഉറുപ്പ്യ 10 ഉറുപ്പ്യ വന്നാൽ പിന്നെ അതുകൊണ്ട് സാധനമാണ് വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞ് തിന്ന് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയെന്ന്. ഒരു 5 പൈസ കുട്ടി സമ്പാദ്യം വെക്കൂല. അല്ലും അങ്ങനല്ലേ, ഓൻ്റെ കല്യാണം കഴിയാനുള്ളതല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സേവിങ് വേണ്ടേ? എല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിക്കണ്ട വിചാരിച്ചിട്ടാണ്. എന്നാൽ ഈ സമയം നമ്മുടെ കുഞ്ഞു അവിടെ ആരൊക്കെയോ തെരയുന്ന പോലെ അവൻ്റെ കണ്ണുകൾ ആകപ്പാടെ പരതി. അതെ, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഇത്താത്തയുണ്ട്, മക്കളുണ്ട്. പക്ഷെ എവിടെയോ ഒരു കുറവ് അവനക്ക് അനുഭവപ്പെട്ടു. മോനെ ഇതെന്താ? ഇത് ഒരു ബുക്കാണ്. ബുക്കോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ അറിയണം. നല്ലൊരു ആത്മീയ ഇതിൻ്റെ ഒരു ബുക്ക്. ആർക്കാ മോനെ ബുക്ക്? അതൊന്നുമില്ല, ഒരു ടീച്ചർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ആ ടീച്ചർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. മാഷാ അല്ലാ, ആത്മസംസ്കരണം എന്ന് പറഞ്ഞ ബുക്കോ? മോനെ ഇത് ഞാനൊന്ന് വായിക്കട്ടെടാ. ഇത്താത്ത വായിച്ചോളൂ കേട്ടോ, എന്നിട്ട് അവൾക്ക് കൊടുത്താൽ മതി. എന്തായാലും അവള് എൻ്റെ പൊന്നാര മോനെ, ഓള് പോയില്ലേ? ശരിക്കും അവൻ അവിടെ മാക്കി തിരിഞ്ഞിരുന്നു അവളെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്. പക്ഷേ മിസ്രിയ അവിടെ നിന്ന് പോയി എന്നറിഞ്ഞപ്പോൾ അവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ത്? അതേടാ, ഷാമോനും ഉമ്മയും വന്ന് കൊണ്ടുപോയി. ആ, എന്നാൽ 2 ദിവസം നിന്നില്ലേ? എന്നാൽ അവൻ്റെ മുഖം വല്ലാതെ അങ്ങ് മാറി മറിയുന്നത് ഫസീല ശ്രദ്ധിച്ചു. എന്താ കുഞ്ഞു, നിന്റെ മുഖം എന്താ വല്ലാതായത്? ഒന്നുമില്ല, ഞാൻ എന്താ ഒരു വാക്കുപോലും പറയാതെ പോയത്? എൻ്റെ പൊന്നാര കുട്ടിയെ, നീ രാവിലെ ഡ്യൂട്ടിക്ക് പോവും. പിന്നെ അവർ വന്ന് കൊണ്ടുപോയി. പിന്നെ ഷാമോൻക്ക് ഷോപ്പിലേക്ക് പോകാനാകുമ്പോഴേക്കും പോകണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ 2 ദിവസം നിന്നില്ലടാ, അത്രയൊക്കെ നിർത്തുള്ളൂ. എന്തായാലും നിന്നില്ലേ? പിന്നോളെ ഇക്കാക്ക പോകാൻ വേണ്ടി നിൽക്കണേ കോയമ്പത്തൂരിലേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുൻ വല്ലാത്തൊരു വിഷമമായി അവനക്ക്. അവൻ ആ പുസ്തകത്തിലേക്ക് നോക്കി. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു പുസ്തകം വാങ്ങിയതായിരുന്നു. ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ അലിഞ്ഞു ചേരും ആരും. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുവാനുള്ളൊരു പുസ്തകം കൂടിയാണ് ഇത്. പക്ഷേ ഞാനിത് വായിച്ചിട്ടില്ല. എനിക്ക് ഒരു ഉസ്താദ് സജസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, മോനെ നീ അതൊന്ന് വായിച്ചു നോക്ക്. എന്നാൽ ആദ്യം അത് അവൾക്ക് കൊടുക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതായിരുന്നു. അത് സത്യമായിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാകും. നമ്മൾ ചില സത്യങ്ങളെല്ലാം തിരിച്ചറിയും. അങ്ങനെയൊക്കെയാണ്. അത്രക്കും വളരെയധികം അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ എഴുതിയത്, പറഞ്ഞത്.
എന്തായാലും അവൾക്ക് വേണ്ടി കൊടുക്കാനുള്ള സമ്മാനം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്നാൽ ഈ സമയം അതാ ഫസീലത്ത, മോനെ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ കേട്ടോ. ഇത്ത വായിച്ചു നോക്കിക്കോളൂ, വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്, എനിക്കൊന്ന് വായിക്കണം. മൊത്തത്തിൽ നമ്മളൊക്കെ അങ്ങ് മാറിപ്പോവത്രേ സത്യമായിട്ടും. അതിൻ്റെ പേര് തന്നെ ആത്മസംസ്കരണം എന്നാണ്. അതായത് നമ്മുടെ ആത്മാവിനെ നമ്മൾ സംസ്കരിക്കുക, എല്ലാ തെറ്റുകളിൽ നിന്നും, എല്ലാ വേണ്ടാത്ത ചിന്തകളിൽ നിന്നും, എല്ലാ ഹറാമിൽ നിന്നും എല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറി നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ജീവിതം നയിക്കുവാനുള്ള ഒരു പുസ്തകം കൂടിയാണത്രേ അത്. മാഷാ അല്ലാഹ്. എന്നാൽ അവന് വല്ലാത്തൊരു നിരാശ തോന്നിട്ടോ. കാരണം അവൾ അവിടെയൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ. എന്താ കുഞ്ഞു, നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? അവൾ പോയിട്ടുണ്ട്, എന്നെ പറ്റിക്കുകയാണോ? അല്ലണ്ടടാ, അങ്ങനെ നോക്ക്, അവളെ സാധനങ്ങളൊക്കെ അവൾ കൊണ്ടുപോയി. പിന്നെ നീ കൊണ്ടുവന്ന പർദ്ദ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ മോൾ ഇടുന്നുണ്ട്. ഇല്ല ഇപ്പോഴല്ല, പിന്നീട് ഒരിക്കലും ഇടാമെന്ന് പറഞ്ഞ് അവൾ കൊണ്ടുപോയിട്ടുണ്ട്. മാഷാ അല്ലാ, ആയിക്കോട്ടെ. എന്നാൽ കുഞ്ഞു വല്ലാതെ വിഷമിച്ചു. അവൻ മുകളിലത്തെ റൂമിൽ കയറി വെറുതെ ആ ഒരു വയലിലേക്ക് നോക്കി നിന്നു. അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം അവന് ഇല്ലാതായതുപോലെ തോന്നി. ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഇതൊക്കെയായിട്ട് വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവൾ പെട്ടെന്ന് പോയെന്നറിഞ്ഞപ്പോൾ കുഞ്ഞുവിന് വല്ലാത്ത വിഷമമായിരുന്നു. എന്നാൽ നേരെ ഫസീല അതാ ഉമ്മയുടെ അടുത്ത് ചെന്നു. മോളെ, ആ ഉമ്മ, കുഞ്ഞു വന്നിട്ട് ഓനെന്തേ ഒന്നും തിന്നും കുടിക്കൊന്നും ചെയ്യാതെ മുകളിലേക്കാണ്ട് പോയത്? എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾക്ക് കേൾക്കണോ? ഒരു കാര്യം എനിക്ക് പറയാണ്ട്. എന്ത് കാര്യാടി? അതേ, മിസ്സിരി പോയതിൽ ഓൻക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. എന്നാൽ അത് കേട്ട് ഉമ്മ ചിരിച്ചു. പൊന്നാരേ, മിസ്സിരി പോയതിൽ നല്ല ടെൻഷനുണ്ട്. ആകപ്പാടും കിട്ടേ, ഓൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റേ കൊണ്ടുവന്നിക്കണേ. എന്ത് ഗിഫ്റ്റ്? ഒരു പുസ്തകം. അതാ. ഓളിപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകില്ല. അവള് അറബി ടീച്ചർ ആവണമെന്നോ എന്തൊക്കെ മോറൽ സ്റ്റഡീസ് പഠിപ്പിക്കണം എന്നൊക്കെ അല്ലേ. അപ്പോൾ അതായിരിക്കും. ഏതായാലും കുഞ്ഞുനൊന്ന് വിളിച്ചാ, അങ്ങനെയാണെങ്കിൽ ഞമ്മക്കിപ്പോൾ മോനെ, എടാ കുഞ്ഞോ, ഉമ്മ വിളിക്കുന്നു. ഉമ്മ, ഞാൻ വിളിച്ചു കൊണ്ടുവരാം. എന്നാൽ കുഞ്ഞു അതാ അവിടെ പുറത്തേക്ക് നോക്കിയിരിക്കണേ. എടാ, അന്നെ ഉമ്മ വിളിക്കണേ, എത്ര നേരമായി? എന്തോ ഇത്ത? ഒന്നുമല്ല, എന്നെ കാണാനേ. ഇത്ത, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്നെ കുറിച്ച്? ഞാനങ്ങനെയൊന്നും വെറുതെ തമാശ എന്തെങ്കിലും പറഞ്ഞതാട്ടോ. ഇല്ലടാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വന്നേ. വേണ്ടത് ഞാൻ ഇല്ല. പഠിച്ചനെ മോശമാണിത്. കാരണം ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അവളെക്കുറിച്ച് നമ്മൾ വേണ്ടാത്ത രീതിയിലൊക്കെ ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മോശമല്ലേ? അല്ലടാ, ഞാൻ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് കല്യാണം പ്രായം അയക്കണ്. ഉമ്മ ഇപ്പം തിരക്കൂടാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക്, എൻ്റെ പൊന്നാരെ പൊന്നിത്താ, പഠിച്ചോനാ പുത്തൻ വീട് തറവാട്ടുകാരൊക്കെ കേട്ടാൽ എന്ത് വിചാരിക്കുക? എന്താ അങ്ങനെ പറയല്ലേ. എന്നാൽ അപ്പോഴേക്കും അതാ കോണിപ്പടി കയറിക്കൊണ്ട് ഫസീലയുടെ മോള് കടന്നു വരുന്നു. ഇപ്പൊ വരാട്ടോ, എൻ്റെ ഇക്കാക്ക് വരുന്നില്ലല്ലോ, ഒന്ന് വാ കുഞ്ഞോ. അങ്ങനെ അതാ ഫസീല അവനെയും പിടിച്ചുകൊണ്ട് താഴോട്ടിറങ്ങുന്നു. എന്താ മോശമാണ് കേട്ടോ, അങ്ങനെയൊന്നും ഇല്ലേ. ഒന്നുമല്ല, അതിനിപ്പോൾ എന്താ? ഉമ്മ, അതങ്ങളെ പുന്നാര മോൻ കുഞ്ഞോ, ഇവിടെ എന്നാ? ഉമ്മ വിളിച്ചു. ഉപ്പ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞോ, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ മോനെ? ഉമ്മ, എന്ത് നിങ്ങളീ പറയുന്നത്? അല്ലേ, ഏതായാലും കല്യാണം നമുക്ക് നോക്കണം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ നമുക്ക് ഇതാണ്ട് ആലോചിച്ച് നോക്കാം. എന്തേ? അല്ലാ ഉമ്മ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലോ. പഠിച്ചോനെ, ആ ഷാമോനൊക്കെ അറിഞ്ഞാൽ മോശമാണ്. കാരണം ഇവിടെ 1-2 ദിവസം വന്നപ്പോഴേക്കും നമ്മൾ അങ്ങനെയൊക്കെ ഇവിടെ ചിന്തിച്ചെന്ന് പറഞ്ഞിട്ട്. അല്ല മോനായൊന്നും വലിയ മോശം വരുത്തൂല. നമ്മൾ ഐഷമ്യം തന്നെ നല്ലത് കണ്ടാൽ കെട്ടിക്കാനും നല്ല മട്ടത്തിലാക്കാനൊക്കെ ഉഷാറാണ്. അല്ലാതെ മുടക്കാനല്ല നോക്കുക. എൻ്റെ മോന് പറഞ്ഞോ എന്തെങ്കിലും എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ. എൻ്റെ പൊന്നുമ്മ, ഞാൻ ഒരു കാര്യം പറയാം. തൽക്കാലം ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഇപ്പം നോക്കണ്ടമ്മ, ശരിയാവില്ല. ഞാനിപ്പോൾ ഷാമോൻ്റെ ഷോപ്പിൽ നിന്ന് വന്ന് അവർ വീട്ടിലേക്ക് വന്നൊരു പെണ്ണ് അപ്പോഴേക്കും വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ പൊന്നാര കുട്ടിയെ, ഈ ഒന്നും ചിന്തിക്കണ്ട, ഈ ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ട്, ഇമ്മാനോട് പറഞ്ഞാൽ മതി. എന്നാൽ ഉപ്പ, കുഞ്ഞോ മോനെ, നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഉപ്പാക്കും ഉമ്മാക്കും സന്തോഷമേ ഉള്ളൂ എൻ്റെ കാര്യം നടത്തി തരാൻ.
എന്നാൽ ഉമ്മയുടെ കഴുത്തിലുള്ള ആ ഒരു മാല പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര മോനെ, ഉമ്മാൻ്റെ കുട്ടീൻ്റെ കയ്യിൽ മഹറിന് പൈസ ഇല്ല വിചാരിച്ചു കാണും ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കണ്ട. ഇതാ ഉമ്മാൻ്റെ കൗത്തിൽ 3 പവനത്തിൻ്റെ ഈ മാല ഉണ്ട്. ഈ മാല അണ്ട് കൊടുത്തുകാണ്ടേ ഓൾക്ക് നല്ലൊരു മഹറുണ്ട് വാങ്ങാം. എന്നാൽ പെട്ടെന്ന് കുഞ്ഞു പറഞ്ഞു, എൻ്റെ പൊന്നാര ഉമ്മ, ദയവായി അതൊന്നും തൊട്ട് പോവണ്ട. അതെ, അവൾക്ക് ഒരു മഹർ എന്ന് വെച്ചാൽ മൂല്യമുള്ളത് എന്തോ എന്നാണല്ലോ. ഒരു മുസ്ഹഫായാലും അതായാലും കുഴപ്പമില്ലല്ലോ, അതാണല്ലോ ഏറ്റവും നല്ലത്. മോനെ, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും എൻ്റെ കുട്ടി നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ, അതെ ഉമ്മ, അതൊക്കെ ഞാൻ വാങ്ങിക്കോളാം. പക്ഷെ ഉമ്മ, തൽക്കാലം ഇതിപ്പോൾ ആരോടും പറയണ്ട കേട്ടോ, ഞാൻ എൻ്റെ സമയമാകുമ്പോൾ പറഞ്ഞുകൊണ്ട്. ശരിക്കും കുഞ്ഞുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു, അതെങ്ങനെ മോനെ, മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. മനസ്സിൽ മുഹബത്ത് ആരോടെങ്കിലും തോന്നിക്കണേ തുറന്ന് പറയണം. ഉള്ളിൽ വെച്ച് നിന്നാലേ കുട്ടീനെ ആൺകുട്ടികൾ കൊണ്ടുപോകും, അത് ചോർത്തോ. എന്നാൽ ഉപ്പയോട് അവൻ ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. കേട്ടില്ലടാ ഫസീലയുടെ വാക്കുകൾ? കേട്ടു ഇത്തയാണൊക്കെ കൊളാക്കിയത്. ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇത്ത മോശമാണ്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പം തന്നെ അത് കുറച്ച് കണ്ടു പരിചയിക്കണേ, കുഴപ്പമില്ല. എടാ, നീ 2 വട്ടം നല്ല രീതിയിൽ കണ്ടു എന്നല്ല പറഞ്ഞത് എന്നോട്. നല്ല രീതിയിൽ, അത് ഓളെ ഫേസിൻ്റെ കവർ പോലും ഇല്ലാതെയാണ് നീ കണ്ടത്. അറിയാതെ പെട്ടുപോയി, ക്ഷമിക്കണം, സോറി പറയണമെന്നൊക്കെ ഇങ്ങനെയല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ, സാരല്ല, അനക്കെന്നെ ഇഷ്ടം പോലെ ചെയ്യാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോലിഹായ പെൺകുട്ടികളെ കിട്ടി അതിന് ഒക്കൂലല്ലോ. എന്നാൽ അവൻ വീണ്ടും മൗനം പാലിച്ചു. അവൻ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. എന്നാൽ ഈ സമയം അതാ പുത്തൻവീട് തറവാട്ടിൽ അവൾ എത്തിയപ്പോൾ തന്നെ ഐഷുമ്മ നുസിയെ വിളിച്ചു. നുസിയേ, ആ ഉമ്മ, ഇതാ എൻ്റെ അനിയത്തി കുട്ടി വന്നിക്കണ്. മാഷാ അല്ലാ, മിസ്രി, എൻ്റെ പൊന്നാരൻ മിസ്രി, നീ ഇല്ലായിട്ടേ ഇവിടെ ഒരു രസവും ഇല്ലായിരുന്നടി, സത്യമായിട്ടും. എന്താ ഇത്ത ചെയ്യുക, അവിടുത്തെ ഇത്തയാണെങ്കിൽ അവിടെ നിൽക്കാനും പറയാം, ഉമ്മയും ഉപ്പയും പറയാം. അങ്ങനെ ആയപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഒരു ദിവസം കൂടി നിന്നത്. പിന്നെന്ന് വെച്ചാൽ അവരങ്ങനെ പറയുമ്പോൾ പിന്നെ നിൽക്കാതിരിക്കാനും. ആയിക്കോട്ടെ മോളെ, സാരല്ല. എന്നാൽ ഈ സമയം അതാ നമ്മുടെ സൗദിയുടെ വീട്ടിൽ, റജിനത്തയുടെ വീട്ടിൽ വന്ന ആ താത്ത കാര്യങ്ങളെല്ലാം അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ മുതൽ സൗദക്ക് ഇരിക്കപ്പൊറുതി ഇല്ലാതായി. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടം വിട്ട് പോകാനും വയ്യ, അവിടേക്ക് എത്താനും വയ്യ എന്ന് പറഞ്ഞ പോലെയായി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്ക് ഒരുത്തി അവിടെ പിടിച്ച് കയറ്റിക്കണേ. എന്തോ ഒരു പുത്തൻവീട് തറവാട്ടുകാരാ ഇത്. ഒരാൾ ഇറങ്ങാൻ കാത്തുക, ഒരാൾ കയറ്റാൻ, വല്ലാത്തൊരു പുതുമ. എന്നാൽ ഈ സമയം അതാ ഹസീനയും അവളുടെ ഉമ്മയും, എടി ആ പമ്പർന്നോള് ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല, അവിടെ ഒരുത്തി വന്ന് കൂടിയിക്കണേ. ഇങ്ങോട്ട് ഈ ഒരു ബലാലിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിയും കഥയും ഇല്ലല്ലോ. അവിടുത്തതൊക്കെ പോവൂലേ, ഓൾ ഇവിടെ വന്ന് നിന്നാൽ എന്തിൻ്റെ കേടാ ഓൾക്ക്, എനിക്കറിയില്ലേ. വല്ലാത്തൊരു പുതുമ. ഉമ്മ, താത്താനെ ഓടിപ്പിക്കാനൊക്കെ പണിയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ആരെയൊക്കെ ചെയ്യാം. എന്ത് പണി? എത്ര പണിയുണ്ട്. അതെ, അതിലൊരു പണി എടുത്താൽ മതി, ഓളങ്ങ് ഓടിക്കോളും. നല്ലോണം കടുപ്പം കാട്ടുക, അതന്നെ. പച്ചവെള്ളം കൊടുക്കരുത്. പച്ചവെള്ളം കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഒന്നുകിൽ കഴിക്കലോ ഒഴിവാക്കുക. വരുമ്പോഴേക്കും വിശന്ന് വലഞ്ഞു വരണം, അതാ വേണ്ടത്. പിന്നെ നമ്മൾ 2 പേരും മിണ്ടാതിക്കുക. അങ്ങനെ കുറച്ചെണ്ണം കഴിയുമ്പോഴേ മടുത്തങ്ങോട്ട് പോയിക്കോളും. അല്ലാതെ ഒരിക്കൽ പോലും താത്ത പോണ ലക്ഷണമില്ല. അമ്മ, നിങ്ങളെങ്ങാനും പറഞ്ഞിക്കണോ താത്താനോട് മറ്റേ കാര്യം? എന്ത് കാര്യം? പൈസ ഫോണിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞിക്കണോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും, എനിക്കെന്താ പിരാന്താ പറയാൻ? അല്ലേ, ചിലപ്പോൾ നിങ്ങൾ പൊട്ടത്തരം കൊണ്ട് പറയും ചെയ്യും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അസീന, ഇജ് മാത്രമല്ലേ വിരുദ്ധത്തി, ഞാൻ എന്നെക്കാളും വലിയ വിരുദ്ധത്തിയാണ്. അയച്ച് മറക്കല്ലേ, ഇജ് എൻ്റെ മോളാണ് കേട്ടോ. വല്ലാത്തൊരു പുതുമ. എന്നാൽ ഈ സമയം സൗദ എന്ത് ചെയ്യണം അറിയാത്ത അവസ്ഥയാണ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതിപ്പോൾ ആരോടെന്ത് ചോദിക്കുക, പറയാം. പുത്തൻവീട് തറവാട്ടത്തെ ഐഷുമാനോട് ചോദിച്ചാൽ എന്നെ കളിയാക്കും ചിലപ്പോൾ. കാരണം ഞാൻ അങ്ങനെയൊക്കെ അന്ന് കാട്ടിക്കൂട്ടും ചെയ്തു. ഷാമോനൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഓൻ്റെ എടുത്തുകൊണ്ട് അടുത്തും ചെയ്തു. പക്ഷെ സമ്മതിക്കാൻ പാടില്ലല്ലോ. നുസൈബാനെ തന്നെ തലയിൽ വെക്കണം എനിക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ വല്ലാത്തൊരു പുതുമ. ഏത് എടാക്കൂടാ നമ്മപ്പോൾ വന്ന് കൂടിക്കണത്. പുത്തൻവീട് തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോരാനും വയ്യ, കയറാനും ചെയ്യാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. അന്നുമ്മ പറഞ്ഞിന് പോകാനൊക്കെ. പക്ഷേ അതിനേക്കാളും വലിയ കള്ളത്തിയാൾ എൻ്റെ ഇവിടെ ഈ വീട്ടിലുണ്ട്. എൻ്റെ 2 കള്ളത്തിയാൾ. ഉമ്മയും കള്ളത്തിയാണ്, അനിയത്തിയും കള്ളത്തിയാണ്.
ഓലാണ് വലിയ പുത്തൻവീട് തറവാട്ടുകാരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓല് കള്ളത്തിനൊന്നും ചെയ്യൂല. കള്ളത്തരം ചെയ്യുന്നത് ഇവിടുത്തോലാണ് ഞങ്ങൾ രണ്ടെണ്ണം. എന്നാലും എൻ്റെ ആ ഫോണ് തന്നീരല്ല അവർ. വല്ലാത്തൊരു പുതുമ. അവർ വിറ്റ് പോയിന്ന്. ഇത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അന്ന് അത് സൗദ വേഗം ഹസീനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഹസീന ജ്യേഷ്ഠത്തിയോട് ആ ഒരു ചോദ്യം കേട്ട് അവൾ ഇറങ്ങി വന്നു. എന്താ താത്തേ ഒച്ചപ്പാടുണ്ടാക്കണേ? നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കണേ, ഇവിടെ നിന്നോളൂ. ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് നിങ്ങൾ ഇല്ലാതാക്കരുത് കേട്ടോ. നല്ല സുഖസുന്ദരമായി എന്നല്ലേ ഇവിടെ ജീവിച്ചിരുന്നത്. ആരും ശല്യം ചെയ്യാൻ വന്നിട്ടില്ലായിരുന്നു. അനക്ക് എൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടലുകൾ. ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ. ആരും ഈ വെറുതെ ഇവിടെ ഇല്ലല്ലോ. എന്തൊരു നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നത്. ഞാൻ എന്നെ ശല്യപ്പെടുത്താനൊന്നും വന്നല്ല. താത്ത നിങ്ങൾ കാര്യം എന്താ വെച്ചാൽ പറയും. എനിക്ക് റെസ്റ്റ് എടുക്കണം അവിടെ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കല്ല ചെയ്യേണ്ടത്. എന്താ കാര്യം എന്താ വെച്ചാൽ പറയും. ഹസീന, എൻ്റെ ഫോൺ എവിടെയാണ്? ഇത് 100 പ്രാവശ്യം ഞാൻ നിങ്ങളോട് ചലച്ചതാണ്. ഇതിനെക്കുറിച്ച് എന്നോട് ഇനി ചോദിക്കരുത്. ഞാൻ അടിച്ച് പൊളിക്കും, നോയിക്കോളി. ഹസീന അങ്ങനെ മുങ്ങല്ലേ. പറയും. ഇത് ഏത് ഷോപ്പിലാണ് ഫോൺ കൊടുത്തത്? ഷോപ്പിൽ ഫോണ് അല്ലേ? ഏതോ ഒരു ഷോപ്പ് കൊടുത്തു. അതിപ്പോൾ ഇന്ന ഷോപ്പ് അങ്ങനത്തെ കണക്കാക്കാറുന്നല്ലേ. നമ്മൾ എത്ര ടെക്സ്റ്റൈൽസ് കയറണേ, എത്ര മൊബൈൽ ഷോപ്പ് കയറണേ, അങ്ങനെ എത്ര എണ്ണത്തിൽ കയറണേ, അതൊക്കെ പേരും അതിൻ്റെ അഡ്രസ്സും എഴുതി വെക്കല എൻ്റെ പണി. ഹസീന ഈ കളവ് പറയല്ലേ. എൻ്റെ ഫോൺ കിട്ടി എനിക്ക് കുറച്ച് കാര്യങ്ങളതിൽ ചെക്ക് ചെയ്യേണ്ടായിരുന്നു. എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ആ ഫോണിലാണുള്ളത്. എല്ലാം എൻ്റെ ഇതുമായിട്ട് ആ ഫോൺ നമ്പറുമായിട്ടുമാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ഞാൻ പിന്നെ വേറെ ഒന്നിനും നിന്നിട്ടൊന്നുമില്ല. പക്ഷേ ആ ഫോണിൻ്റെ വിലപിടിപ്പുള്ള ഫോണുമാണ്. ആ ഫോൺ അടക്കം എനിക്ക് കിട്ടണം. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ വേർതിരിച്ച് വേറെ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലാണ് കണക്റ്റാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് കിട്ടിയേ തീരൂ. പൊന്നാര താത്തങ്ങൾ എവിടെ ഫോൺ വെച്ചു? ഒരു ഫോൺ ഇവിടെ കെടുക്കുന്നുണ്ടിനോ? ആവശ്യമില്ലല്ലോ, താത്ത ചാടിപ്പോയതല്ലേ എന്ന് കരുതിയിട്ട് ഏതോ ഒരു ഷോപ്പിലും കൊണ്ടുപോയി കൊടുത്തു. അതന്നെ, അതിനിപ്പോൾ എന്താ കുറഞ്ഞെന്തോ കിട്ടുകയും ചെയ്തു. അയ്യടി മോളെ, അതിന് കുറഞ്ഞ ഒന്നല്ല. ഞാനൊരു 1.5 ലക്ഷത്തിന് മുകളിൽ കൊടുത്ത് എനിക്ക് നവാസ്ക്ക് വാങ്ങി തന്ന ഫോണാണിത്. അത് ഈ എന്ത് ചെയ്തത്? അല്ല, എൻ്റെ ഫോൺ എവിടെ? എൻ്റെ ഫോൺ ഇവിടെ ഉണ്ട്. ശരിക്കും ആ ഫോണ് ഇത് ഇത്താൻ്റെ ഫോണിൻ്റെ കളർ എന്തേലും? എൻ്റെത് ആ ഓറഞ്ച് കളറായിരുന്നു. ഓറഞ്ച്. ഇതേ വൈറ്റാണ്, വൈറ്റ്. നല്ല വൈറ്റ്, മിൽക്ക് വൈറ്റ് ഇത്. ശരിക്കും അവൾക്കൊരു സംശയം തോന്നി. ഇനി എൻ്റെ ഫോണിൻ്റെ പൗച്ചെങ്ങാനും മാറ്റിയോ എന്നുള്ള രീതിയിൽ. അത് പൗച്ചിൻ്റെ മാത്രമല്ല, അത് ശരിക്കും കളറ് ആ ഒരു ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിക്കും മൊത്തത്തിൽ അതിൻ്റെ ബാക്ക് ഭാഗം ആ കളർ തന്നെയാണ്. എന്തൊക്കെയോ അവൾക്ക് സംശയം തോന്നി തുടങ്ങുന്നു. അതെ, 70 Pro Max അതേ രൂപം. പക്ഷേ എൻ്റെത് ഓറഞ്ച് കളറായിരുന്നു, ഇപ്പോഴത് വൈറ്റാണ്. അവളുടെ കയ്യിലുള്ളത് വൈറ്റാണ്. അവൾ ആർക്കൊക്കെയോ വിളിച്ച് നടക്കുന്ന വൈറ്റാണ്. തോന്നി ഇത് ഒരു പക്ഷേ എന്നെ പറ്റിക്കാൻ വേണ്ടി മാറ്റിയതായിരിക്കും. അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടത് വേറെ ഫോണായിരിക്കും. എന്നാലിപ്പോൾ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അതിലുണ്ടാവുമല്ലോ. ഒന്ന് ചെക്ക് ചെയ്താൽ അതൊക്കെ എനിക്ക് അറിയാൻ കഴിയും. എത്രയൊക്കെ തിരഞ്ഞി ഒരു പക്ഷേ അതിൻ്റെ ബോഡി തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിലോ? പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കള്ളന്മാരല്ലേ. അതെ, അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. എന്നാൽ ഹസീനയുടെ റൂമൊന്ന് പോയി ചെക്ക് ചെയ്യണം എന്നും സൗദക്ക് തോന്നി. അന്ന് ഹസീന അതാ ഉമ്മ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് നല്ല ഫാഷൻ ഡ്രസ്സ് ഇട്ടിട്ട് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. സൗദ ചോദിച്ചു, ഹസീന എങ്ങോട്ടാ? അതെ, ഇത്താത്ത എൻ്റെ കാര്യം നോക്കേണ്ട എൻ്റെ പിന്നാലെ വരേണ്ട ഒരാവശ്യമില്ല. എനിക്കങ്ങനെ പലരുടെയും കൂടെ പോകാണ്ടാവും. എനിക്ക് ഫ്രണ്ട്ഷിപ്സ് ഉള്ളതാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ ഇതിങ്ങനെ ഒതുങ്ങി കൂടുന്ന ടൈപ്സ് അല്ല ഞാൻ. മനസ്സിലായല്ലോ? എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാണ്ട്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ശരിക്കും അവളുടെ ഡ്രസ്സ് കണ്ട ആ ഒരു രൂപം കണ്ടപ്പോൾ അത് മുടിയെല്ലാം അഴിച്ച് വളരെയധികം മോഡേണായിട്ട് മുടിയെല്ലാം സ്ട്രൈറ്റ് ചെയ്ത് ശരിക്കും അവൾ മൊത്തത്തിൽ അനിയത്തി മാറിയിരിക്കുന്നു. ഒരിക്കൽ പോലും ഞങ്ങളുടെ പിതാവിൻ്റെ മകളാണെന്ന് പറയാനേ കഴിയില്ല, അത്രക്കും മോഡേണായിട്ട്. പിന്നെ ഹസീനക്ക് കുറച്ച് തൊലിവെളുപ്പുണ്ട്, അതിൻ്റെ ഒരു അഹങ്കാരവും അവൾക്കുണ്ട്. ഐഹീൽ ചെരുപ്പും ഇട്ട് ചെറിയ ഒരു ടോപ്പും ജീൻസുമൊക്കെ ഇട്ട് ബാഗിട്ട് അവൾ അല്പം പോലും തലയിൽ തട്ടം ഒന്ന് കെണിച്ചു വെച്ച് കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് അതാ അവിടുന്ന് പോകുന്നു. എന്നാൽ ജ്യേഷ്ഠത്തി ചോദിച്ചത് അവൾക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ കാര്യം നോക്കണ്ടെന്ന്. അവളുടെ കയ്യിൽ ആ വൈറ്റ് ഫോൺ ഉണ്ടായിരുന്നു.
ആ ഫോൺ പിടിച്ചുകൊണ്ട് അവളതാ പോകുന്നു. ആ ബാഗ് തോളിലുണ്ട്, പക്ഷേ ഫോൺ കയ്യിൽ തന്നെയാണ്. ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി അഹങ്കാരത്തോടെ പോകുന്ന പോലെയാണ് തോന്നിയത്. എന്നാൽ അത് സൗദ നോക്കി നിന്നു. പെട്ടെന്ന് ഉമ്മ, എന്താ അടിച്ച് ഓള് പോണ് ഇങ്ങനെ നോക്കി നിൽക്കണേ? അനക്ക് എന്തിൻ്റെ കേടാ? അനക്ക് കെട്ടിച്ചോടത്തുനിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ള പിരാന്താണ്. അനക്കടി ചിലക്കാതെ അങ്ങോട്ട് പോയിക്കൂടെ? എന്ത് കാര്യത്തിന് ഇവിടെ ഇങ്ങനെ നോക്കിക്കണേ കൊള്ളടങ്ങാറാക്കാൻ? ഞാനും എൻ്റെ മോള് നല്ല മട്ടത്തിൽ തന്നെ കയ്യേനു ഇവിടെ. അപ്പോത്തിന് എജ്ജി ഇടങ്കോലിടാൻ വന്നു. വല്ലാത്തൊരു പുതുമന്നെ. കെട്ടിച്ച മക്കളും പെരിയിൽ വന്ന് നിൽക്കാറ വല്ലാത്തൊരു ഇടങ്ങാറനാണത്. ഇടങ്ങാറിൻ്റെ ഔലങ്കഞ്ഞി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുഞ്ഞിക്കതിയെ പുലമ്പാൻ തുടങ്ങി. എന്നാൽ സൗദ പറഞ്ഞു, ഉമ്മ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരക്കാരി. ഈയാണ് കള്ളത്തരം കാട്ടണത്. എന്നെയാണ് ഇജ്ജടി മാനസിക രോഗം എന്നൊക്കെ വയറുവേദന കള്ളത്തരം കാട്ടിയിട്ടല്ല മാനസിക രോഗിയാക്കി തന്നെ. എനിക്ക് നന്നായിട്ടുണ്ട്. ശരിക്കും കുഞ്ഞിക്കതിയുടെ ആ വാക്കുകൾ കേട്ടുകൾ സൗദ പറഞ്ഞു, അതെ, അത് ഞാൻ അങ്ങനെ ആക്കി തന്നെയാണ്. ഇങ്ങനല്ലേ നവാസ് ഖാൻ്റെ അടുത്തുനിന്ന് ഇന്നങ്ങൾ ഒഴിപ്പിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ പോയതാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ നുസൈബും ഷമ്മാസും സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എനിക്കൊരു പൂതി തോന്നി, ഒന്ന് ഷമ്മാസിൻ്റെ കൂടെ നിൽക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. എന്താ? പിന്നെ അപ്പം എനിക്ക് അതിൻ്റെ കേടയില്ലടി. എന്തിനാടി ഭർത്താവ് ഒപ്പം നിൽക്കണമെന്നൊന്നുമില്ല. കുറച്ച് പൈസ കിട്ടിയാൽ മതി. അതാണ് നമുക്ക് ജീവിതത്തിന് വേണ്ടത്, കുറേ ഭർത്താവല്ല. ഉമ്മ, എനിക്ക് നന്നായിട്ടറിയാം. ഉപ്പാനെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ഒഴിവാക്കിയത് അല്ലേ? പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉപ്പാൻ നിങ്ങളെ ഇറക്കി വിട്ടു അല്ലേ? ഇപ്പോൾ എന്തായി ലാസ്റ്റ്? പൈസ ഇല്ല, നിങ്ങൾക്ക് മാപ്പിളയില്ല, അങ്ങനെ ആയി തീർന്നു. പൈസക്കൊരു കുറവുമില്ല മോളെ. പിന്നെ നവാസ് ഖാൻ്റെ പൈസ നല്ലോണം പൈസ കിട്ടി തുടങ്ങിയപ്പോൾ നിങ്ങളെന്താട്ടി? നവാസ് ഖാനെ എല്ലാം അങ്ങോട്ട് ഒഴിവാക്കാൻ വിചാരിച്ചു. മൂപ്പരെ പൈസ മതി നിങ്ങൾക്ക് അല്ലേ? എൻ്റെ മാപ്പിളുടെ പൈസ ഇവിടെ ആർക്ക് വേണം? എൻ്റെ മാപ്പിളുടെ ഒരു 5 പൈസൻ്റെ ആവശ്യം ഇവിടെ ഇപ്പം ഒന്നുമില്ല. ഉമ്മ, ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ? വലിയ വീടും കാറും എല്ലാം നിങ്ങളങ്ങോട്ട് നവാസ് ഖാനെ കൊണ്ട് പറഞ്ഞങ്ങോട്ട് റെഡിയാക്കി. എത്ര പൈസയാണ് അയച്ചു തന്നേണ്ടത്? ഉമ്മ, എനിക്ക് ചില സത്യങ്ങൾ ഇനിയും അറിയാണ്ട്. നവാസ് ഖാൻ ഇപ്പോഴും പൈസ അയക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയണം. നവാസ് ഖാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നുണ്ടോ എന്ന് ഉള്ളത് അതെനിക്ക് അറിയണം. എനിക്ക് എൻ്റെ ഫോണ് കിട്ടണം, എന്നാലേക്ക് ഒക്കെ അറിയാൻ കഴിയും. പിന്നെ ഇതിപ്പോൾ അത് നോക്കിയെടുക്കുക. ഓൻ്റെ പൈസ ഇവിടെ ആർക്ക് വേണം? ഉമ്മങ്ങളെന്തിനീ കളവ് പറയണത്? പെറ്റുമ്മാരിങ്ങനെ കളവ് പറഞ്ഞാൽ മക്കൾ പറയാതിരിക്കുമോ? ഈ ജിന്നെ പഠിപ്പിച്ചെൻ്റെ സൗദ. ചിലക്കാതെ പുത്തൻ വീട് തറവാട്ടേക്ക് പോകണമെങ്കിൽ പോയിക്കോ. ഒരു പെമ്പറന്നോളവിടെ വന്ന് കൂടിക്കണ്. എൻ്റെ മാപ്പിള മിക്കവാറും ഓളയും കെട്ടും. ഇത് നോക്കിക്കോ. ഉമ്മ കെട്ടണേ കെട്ടിക്കോട്ടെ, എനിക്കൊരു ബേജാറുമില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഷമ്മാസ് കെട്ടും. ഓനൊന്നും കെട്ടൂല. ഓനൊക്കെ ഓൻ്റെ പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും. അല്ലാതെ പിന്നെ 3-4 നൈറ്റ് നടക്കല്ലേ, എന്താന്നില്ലേ? ഇവളെ ഇജ്ജ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അസീനെ വരുമ്പോഴത്തേന് ഇജ്ജ് പോയിക്കോ. അസീനെ വരുമ്പോൾ എന്നെ ഇനിയും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഓള് ദേഷ്യം പിടിച്ച് എന്തെങ്കിലുമൊക്കെ എന്നെ കാട്ടും. ഈ നോക്കിക്കോ, അതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോകാൻ നോക്കിക്കോ. എന്നാൽ ഹസീനയുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടായിരുന്നു. ഇത്താത്തിയെ അവിടെ നിന്ന് അടിച്ചിറക്കണം, അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവളുടെ മുമ്പിൽ വെച്ച് തന്നെ. ഒരിക്കൽ അവളുടെ മുമ്പിൽ എന്തോ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓളാകെ പ്രശ്നമാക്കിയിരുന്നു. എന്താന്നില്ല, കണ്ട് ഇടങ്ങാറാവണം, അതാണ് വേണ്ടത്. അങ്ങനെ അതാ സൗദ ഹസീനയുടെ റൂമിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. 3-4 സ്റ്റെപ്പ് കയറി. ഫൗദ, ഉമ്മയുടെ ആ ഒരു അലർച്ച. സൗദ, ഡി എവിടുക്കായേ? ഒരാളെ റൂമൊക്കെ അനുവാദമില്ലാതെ കയറിപ്പോയി. എന്ത് പഠിപ്പജ്ജ് പഠിച്ചിരിക്കണത്? എന്താ ഉമ്മ, ഇതൊക്കെ എൻ്റെ വീട് തന്നെയല്ലേ, എവിടെ എനിക്ക് പോയി നോക്കാലോ? എന്തിനാജ് വേറുള്ളൊരു റൂമിലേക്ക് പോണ്? അത് ഓൾക്കുള്ള റൂമാണ്. ഓളോളെ കൂട്ടുകാരനുള്ളിൽ എന്താ വെച്ചാൽ കാട്ടിക്കൂട്ടും. അയക്കെന്തിന് ഇജ്ജ് തലടാൻ പോണ്? എനിക്ക് അസൂയാണ്, അതാണ് ഒന്നാമത് അസൂയ. നല്ലോ അസൂയുണ്ട് എനിക്ക്. എന്തിനസൂയ? എനിക്ക് എൻ്റെ ഒരു സാധനം കാണല്ല, അത് നോക്കുകയാണ് ഞാനിവിടെ. അതേ, ഒരാൾ പോയിൻ്റെ ശേഷമല്ല റൂമ് പോയി ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കട്ടെ. എന്നാൽ സൗദ അത് വകവെക്കാതെ അതാ നേരെ അകത്തേക്ക് കയറി. ആ നിമിഷം തന്നെ അതാ കുഞ്ഞിക്കദ്യ. ഹലോ, എന്തേ?
പിന്നെ ഇജ്ജെവിടെ? ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെപ്പോഴും എന്തിനാ നിങ്ങൾ വിളിച്ചത്? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കരുതെന്ന്. ഹസീനയുടെ വക ചീത്ത. അതെ, എൻ്റെ റൂമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആര്? എൻ്റെ ഏട്ടത്തിനടി സൗദ. അതിൻ്റെ റബ്ബേ, എനിക്ക് തീരെ വയ്യ. എന്തിനാണ് എൻ്റെ റൂം ചെക്ക് ചെയ്യണത്? അപ്പോൾ തന്നെ അതാ അവൾ. എടാ, എന്നെ ഒന്ന് വീട്ടിൽ വരാക്കി തരും. എന്താടി അർജൻറ്റ്? ഈ ഫുഡ് കഴിച്ചിട്ട് പോവാ. അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഒന്ന് വാടാ പ്ലീസ്. ഏതൊരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അവൾ ബൈക്കിൽ വീട്ടിലെത്തി. എന്നാൽ ഈ സമയം സൗദ മുകളിലേക്ക് കയറിയിരുന്നു. എടാ, കയറിയിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. അവൾ പെട്ടെന്ന് കോണി ഓടിച്ചാടി കയറി മേലെ എത്തി. എന്നാൽ സൗദ അവിടെ മുകളിലത്തെ റൂമിൽ നിൽക്കുകയായിരുന്നു. ഇത്താത്ത, ഇത്താത്ത എന്നെ ഞാൻ വിളിക്കുന്നത് ശരിയല്ല. സൗദ എന്നേ വിളിക്കുള്ളൂ. ഞാൻ ഇത്താത്ത എന്നുള്ള പേരെ മാറ്റി. സൗദേ, എന്താടി ഇവിടെ? ഒരാളെ റൂമിലേക്ക് സമ്മതമില്ലാതെ പ്രവേശിക്കാൻ പാടുണ്ടോ? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അതിൽ പല ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ റൂമിൽ പോയി ചെക്ക് ചെയ്യാൻ പാടില്ല. എന്തിനങ്ങോട്ട് അനുവാദമില്ലാതെ കയറിയത്? ഒന്നുമില്ല, ഇത് എൻ്റെ വീടിൻ്റെ റൂമല്ലേ വിചാരിച്ച് ഞാൻ കയറി വെക്കിയതാ. അതിനിപ്പോൾ എന്താ? ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ എൻ്റെ ഒന്നും. എനിക്കിതിവിടെ റൂമും കാണാൻ പാടില്ലേ? സൗദിയുടെ വാക്കുകൾ. അതെ, പല പല കാര്യങ്ങളുള്ളതാണ്. അതൊക്കെ ഇതിനകത്തായിരിക്കും. മനസ്സിലായില്ലേ? എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഞാൻ കേസ് കൊടുക്കും. മനസ്സിലായിക്കോ? എന്ത് നഷ്ടപ്പെടാൻ? എനിക്കൊന്നും വേണ്ട. ഞാൻ ഇവിടെ ഒന്ന് വെറുതെ നോക്കുകയാണ്, അല്ല വേറൊന്നുമല്ല. എൻ്റെ ഒരു ഫോൺ ഞാൻ ഇവിടെ വെച്ചേക്കണ്. ആ ഫോൺ എനിക്ക് കിട്ടണം. അത് നിങ്ങൾ പറയേണ്ട ഷോപ്പിൽ കൊടുത്തോ? ഏത് ഷോപ്പോ ഓർമ്മയില്ല പറയണ്ടേ. പക്ഷെ അങ്ങനെയല്ല, എനിക്കത് കണ്ടുപിടിച്ചേ തീരൂ. എനിക്കിവിടെ മൊത്തത്തിൽ തിരഞ്ഞു നോക്കണം. അതിലാണ് എൻ്റെ ഫുള്ള് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. സത്യമായിട്ടും ഞാൻ അതാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ എൻ്റെത് കുറേ എടുത്ത് നോക്കാനല്ല. എന്നാൽ നവാസ് അയക്കുന്ന ക്യാഷെല്ലാം അവൾ പതുക്കെ പതുക്കെ ATM നിന്ന് പിൻവലിച്ച് അതെല്ലാം അവൾ ആ ഒരു ലോക്കറിൽ അവളുടെ റൂമിലുള്ള അലമാരക്കകത്ത് സൂക്ഷിച്ചിരുന്നു. അതും കുറച്ച് മാത്രമൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതായത് എനിക്കറിയാം എത്രമാത്രം എൻ്റെ അക്കൗണ്ടിലേക്ക് മാസത്തിൽ വരാറുണ്ട് എന്നുള്ളത്. കാരണം അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുമുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാൻ, അവരതെല്ലാം കൈക്കലാക്കി വളരെയധികം ആർഭാടത്തോടു കൂടി ജീവിക്കുകയാണ്. ഓരോ പ്രാവശ്യം കിട്ടുന്ന ആ ഒരു സാലറി, ദിവസം അക്കൗണ്ടിലേക്ക് വരുന്ന ക്യാഷ് എല്ലാം കൂടി ഒരു സംഖ്യ ഉണ്ടാവും. അത് ഹസീനയുടെ കൈകളിൽ അതിമനോഹരമായ ബ്രേസ്ലെറ്റ്, റിങ്സ്, കഴുത്തിൽ നല്ല ഡയമണ്ട് നെക്ലേസ്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എവിടുന്ന അവൾക്ക്? കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഉമ്മയുടെ കഴുത്തിലും കണ്ടു മാലയൊക്കെ. എന്നാൽ ഹസീന അറിഞ്ഞു. കടക്ക് പുറത്ത്. സൗദ ഞെട്ടിപ്പോയി. എൻ്റെ അനിയത്തി തന്നെയാണോ തന്നോട് ഈ പറയുന്നത്? കടക്കാനാ പറഞ്ഞത്. സൗദ, കടക്ക്. നിന്നെ ഇത്താത്തെന്ന് വിളിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ നിൻ്റെ ഈ പ്രവൃത്തി, ആളുകൾ വീട്ടിലില്ലാത്ത സമയം, റൂമിലില്ലാത്ത സമയം കള്ളത്തരം ചെയ്യുക അല്ലേ? റൂമിൽ കയറി കക്കുക. എന്താ നീ കക്കുന്നത്? എന്താ നീ പറയുന്നത്? ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ ഫോണേ നോക്കിയതാ. എൻ്റെ ഫോണ് അല്ലേ? അത് ഷോപ്പിൽ കൊടുത്തു പറഞ്ഞിട്ട് വിശ്വാസമില്ലാതെ റൂമിൽ പോയി ചെക്ക്. ഞാൻ എങ്ങനെ എന്ത് പൂട്ടിട്ടത് പൂട്ടുക? വലിയ ഏതേ ഗോദ്രേജിൻ്റെ പൂട്ടൊക്കെ ഇട്ട് പൂട്ടേണ്ടി വരും. ഇതിപ്പോൾ സമാധാനത്തോടു കൂടി ഇത് പുറത്ത് പോകാനും പറ്റില്ലല്ലോ. നേരെ അതാ അവൾ ചാടിക്കയറി ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മ, നിങ്ങളൊന്ന് നിയന്ത്രിച്ചൂടെ ഈ ഭ്രാന്തത്തിനെ? മാനസികൾ എവിടെയാണോ കൊടുന്നിടുക? ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടിയുമ്മ. ഈ ഭ്രാന്തത്തിന് നിങ്ങളാണ് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തത്. എന്ത് കരുതിയിട്ട് നിങ്ങൾ പോയത് ഓളെ നോക്കാൻ? അതുകൊണ്ട് തന്നെയല്ലേ ഈ ഭ്രാന്തത്തി ഒപ്പം കൂടിയത്? കണ്ടില്ലേ, റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ കേടുവരുത്തുകയാണ്. എന്നാൽ അത് കേട്ട് സൗദ ഞെട്ടി. കേടുവരുത്തേ? തൊട്ടിട്ട് പോലുമില്ല ഉമ്മ. പലതും എറിഞ്ഞ് പൊട്ടിച്ചേക്കണ റൂമിൽ, പലതും കേടുവരുത്തുന്നുണ്ട്. എൻ്റെ എല്ലാം നശിപ്പിക്കും ഉമ്മ. എങ്ങനെങ്കിലും ഇവിടുന്ന് പുറത്താക്കുമോ? ശരിക്കും അതാ അവൾ അഭിനയിച്ചു. എന്നാൽ ഹസീനയുടെ കള്ളക്കരച്ചിൽ കണ്ടപ്പോൾ സൗദ ശരിക്കും ഞെട്ടി. അതെ, ഒരാൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുമല്ലോ എന്ന് കരുതി. പിന്നീട് അവൾ വിചാരിച്ചു, ഇല്ല, ഇവരൊരിക്കലും എനിക്കിത് വിട്ടുതരില്ല. നവാസ്കിയുടെ സാലറി കൊണ്ട് അവൾ അവളുടെ ഇഷ്ടം പോലെ ജീവിക്കും. ഉമ്മയും അതുപോലെ. എനിക്കൊരിക്കൽ പോലും അവർ വിട്ടുതരാൻ തയ്യാറല്ല. എന്നാൽ അപ്പോഴേക്കും ഹസീന പറഞ്ഞു, ഉമ്മ, സുഖമില്ലാത്ത ഈ മാനസിക രോഗിയായ സൗദിയെ നിങ്ങൾ എന്ത് കരുതിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അവൾ പെട്ടെന്ന് അവളുടെ റൂമിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെയുള്ള എന്തൊക്കെ വസ്തുക്കൾ
അത് നിലത്തിട്ട് ആകെ പൊട്ടിച്ചു നശിപ്പിച്ചു. ഇതെല്ലാം സൗദ വരുത്തിയതാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ഉമ്മ ഒന്ന് കയറി നോക്കി എൻ്റെ റൂമിലേക്ക്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കണ ഇത്താത്ത. അവിടെയുള്ള മനോഹരമായ പളുങ്ക് പാത്രങ്ങളും കണ്ണാടി ചില്ലുകളും ഒക്കെ നല്ല വിലപിടിപ്പുള്ള സ്പ്രേകളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. ഒന്ന് പോയി നോക്കി ഇത്താത്ത. അങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇത്രയും സുഖമില്ലാത്തതിനാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ഉമ്മ കയറി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ പഠിച്ചോനെ, വല്ലാത്തൊരു പുതുമന്നെയാണല്ലോ. എന്നാൽ സൗദയെ അതാ ഉമ്മ പൊതിരെ തല്ലാൻ തുടങ്ങി. എടി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവിടെ പുത്തൻവീട് തറവാട്ടിൽ നിന്നോന്ന്. നീ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ അങ്ങോട്ട് കയറി വന്നത്. എന്നാൽ ശക്തമായ ആ അടിയിൽ അവൾ ആകെ തളർന്നു പോയി. എന്നെ തല്ലല്ലേ, നിങ്ങളെന്ത്? ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ അവള് ചെയ്തതാണ്. എന്നാൽ ഹസീന പറഞ്ഞു, നല്ല കൊടുക്കുമ്മ, നല്ല അടിച്ചിറക്കി വിടി. ഉമ്മയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ അടി വാങ്ങുമ്പോൾ അതിനിടയിൽ അതാ ഹസീനയും അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം എടുത്ത് അവളും അടിക്കുന്നുണ്ട്, എറിയുന്നുണ്ട്. ശരിക്കും സൗദ അവശയായി തന്നെ അവിടെ ഇരുന്നു. അവൾക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ. എന്നാൽ എല്ലാവരോടുമായി പറയണം, മാനസിക രോഗിയാണ്, സുഖമില്ലാത്തത് കൊണ്ട് ഓടിയിട്ട് പിടിച്ചു വെച്ചതാണ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് ഉമ്മയോട് അതാ ഹസീന ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ശരിക്കും സൗദ ഉറക്കെ കരയാൻ തുടങ്ങി. എന്നാൽ അയൽപക്കത്തുള്ള വീടുകളിലുള്ളവരൊക്കെ എന്താ അവിടെ ഒച്ചപ്പാട്, അല്ലെങ്കിൽ അവിടെ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് അപ്പോഴേക്കും ഹസീന അവൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. അതെ, താത്താക്ക് തീരെ സുഖമില്ല, ഒക്കെ നശിപ്പിക്കാണ്, ഒക്കെ എറിഞ്ഞും പൊട്ടിക്കാണ്, അതും ഇതും കാട്ടാണ്. നല്ലോണം കരുതിക്കോളി. നിങ്ങളൊക്കെ ഇവിടെ ധൈര്യത്തോടു കൂടി ജീവിക്കാനുള്ളതിനെ വലിയ പ്രയാസമാണ്. കാരണം ഒന്നിനും മടിക്കൂല, ഉമ്മാനെ വരെ കൊല്ലാൻ വരെ നോക്കുന്നുണ്ട്. പഠിച്ചോനെ, ആ പെണ്ണിന് അങ്ങനെയൊക്കെ കൂടിക്കണോ? അല്ലെങ്കിലും മാപ്പിളിൻ്റെ അടുത്ത് ശരിക്കും നിന്നോണ്ടിരുന്നല്ലേ. അവിടുന്ന് പോന്നതിൻ്റെ ശേഷമാണ് ആ പെണ്ണ് അങ്ങനെ ആയി മാറിയത്. എന്തായാലും വല്ലാത്തൊരു പുതുമ. ശരിക്കും അതാ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. നല്ല പെണ്ണായിരുന്നു, എന്താ പറ്റിയതാവോ, പഠിച്ചോനറിയാം. ഏതായാലും മക്കളെ, കുട്ടികളൊക്കെ കരുതിക്കോളി, ഒന്നിനും മടിക്കൂല, ആ തള്ളനെ വരെ കൊല്ലാനാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കണത്. ശരിക്കും സൗദയെ അവിടെ പരിസരത്തുകാരൊക്കെ ഒരു ഭ്രാന്തിയാക്കി ചിത്രീകരിച്ചു. അതിനു വേണ്ടിയിട്ട് ഹസീന എല്ലാവരോടും അത് പറഞ്ഞു നടന്നു. ഞങ്ങളായിട്ട് അവിടെ നിൽക്കണേ, താത്ത സുഖമില്ലായിട്ട് ആകെപ്പാടെ ഇടങ്ങാറായിക്കണേ, ഞങ്ങൾ തരം കിട്ടിയ ഉമ്മാനെ കൊല്ലാൻ നടക്കുകയാണ്, കത്തി അതൊക്കെ വിട്ട് വെക്കുകയാണ്. എന്താ ചെയ്യെങ്ങനെ? എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, ആ കുട്ടിക്ക് വന്നൊരു സ്ഥിതി അല്ലേ. എന്നാൽ വീട്ടിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും പുറത്തുള്ളവർ ആരും അറിയുന്നില്ല. അത് ഹസീനയും അവളുടെ ഉമ്മയും മാത്രമേ അറിയുന്നുള്ളൂ. അത്രക്കും സൗദയെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും സൗദ അവിടെ നിന്ന് രക്ഷപ്പെടുമോ? രക്ഷപ്പെട്ടാൽ തന്നെ എന്തായിത്തീരും? ഹസീനയും ഉമ്മയും കുടുങ്ങുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.